ഇന്ന് നല്ല നാടൻ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിനും വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി. മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങയൊന്നും അരയ്ക്കാതെ ഗരം മസാലയൊന്നും ചേർക്കാതെ നല്ലൊരു നാടൻ മുട്ടക്കറി. ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചു. നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് അതിനകത്ത് 2 ഗ്രാമ്പു പട്ട ഏലക്ക അങ്ങനെ ഇടാണ്. ഗരം മസാല പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് സവാള ഇടാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. വെറും സവാള ഇട്ടിട്ട് നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാം. പക്ഷെ ഞാൻ കുറച്ച് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അതിന് കുറച്ച് ഉപ്പിടാം. സവാള വഴന്ന് കിട്ടാനും പിന്നെ കറിയിലുള്ള ഉപ്പും കൂടി ചേർത്താണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. സവാള നമുക്ക് മൂടി വെച്ച് വേവിക്കണം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം. അധികം ഡ്രൈ ആയിട്ട് വഴറ്റണ്ട, അങ്ങനെ കറുത്ത് പോവണ്ട, ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. അല്ലെങ്കിൽ മുട്ടക്കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ ഒരു കയ്പ്പ് രസം വരാനും സാധ്യതയുണ്ട്. ഇഞ്ചി പേസ്റ്റൊക്കെ ഇടുന്നത് അത് ചതച്ച് വന്നതാണ് ഇടുന്നത്, പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കാം. അങ്ങനെ കുറച്ച് കരിവേപ്പില ഇപ്പോൾ ചേർക്കുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്. കരിവേപ്പിലൊക്കെ എത്ര അധികം ഇട്ടാലും നാടൻ മുട്ടക്കറി ആയതുകൊണ്ട് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഇത് പെരിയ മുളകിൻ്റെ പൊടിയാണ്, നല്ല കളറുണ്ടാവും, എരിവ് കുറവായിരിക്കും. അതിട്ട ശേഷം ഇളക്കി നമുക്ക് പിന്നെ ഇടേണ്ടത് കുറച്ച് മഞ്ഞൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പച്ച മണം മാറുന്നവരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ 2 തക്കാളിയാണ് ഇടുന്നത്, ചെറിയ 2 തക്കാളി. ഇതിലാകെ 1 ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ഇടുന്നത്. അധികം മല്ലി ഇടാതെ ഉള്ള ഒരു കറിയാണിത്. തേങ്ങ അരച്ചൊഴിക്കുന്നില്ല. മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ 5 മുട്ടയാണ് പുഴുങ്ങി വെച്ചത്. കറിവേപ്പിലയും കൂടി കൂടുതലിടുന്നുണ്ട്. എത്ര ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഇപ്പം തന്നെ വേണം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വഴറ്റിയ ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിച്ച ശേഷം പിന്നെയും വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. അങ്ങനെ മസാലകളൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. നോക്കി ഞാൻ മുട്ട തൊലിയെല്ലാം ഇറന്ന് വെച്ച് ഇങ്ങനെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരിഞ്ഞ് വെച്ചിട്ട് ഓരോന്നായിട്ട് മുട്ടക്കറിയിലേക്ക് ഇടാം. എല്ലാ മുട്ട ഇട്ട ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല മുഴുവൻ മുട്ടയുടെ ഉള്ളിലും കുറച്ച് പിടിക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഒരു ഇത്തിരിയാണ് കുരുമുളക് പൊടി ഇടുന്നത്, അധികം ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി കരിവേപ്പില ഇടാം. കരിവേപ്പില ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മുറിച്ചിടണം. ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ കരിവേപ്പിലേൻ്റെ നല്ലൊരു ടേസ്റ്റ് കറിക്ക് വരും. ഇതിൽ കരിവേപ്പിലയാണ് കൂടുതലിടുന്നത്, മല്ലിയില ഒട്ടും ചേർക്കുന്നില്ല. അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.